എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായമാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ. ഒക്ടോബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിലവിൽ കുടിശ്ശിക ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമാണ് അവശേഷിക്കുന്നത്. അത് വരുന്ന മാസങ്ങളിൽ തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 3200 രൂപ വീണ്ടും വിതരണം അങ്ങനെ വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതായത് നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന 5 മാസങ്ങളിലെ ഗഡുകൾ പല തവണകളായിട്ട് സർക്കാർ അത് നൽകി തീർത്തിരുന്നു. ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമാണ് അവശേഷിക്കുന്നത്. അത് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി വിഭാഗം ഒരു വിഭാഗത്തിന് ആനുകൂല്യം വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനായിട്ട് സർക്കാർ പരിഗണിക്കും ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാർഷിക മസ്റ്ററിംഗ് ആയിരുന്നു, അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഇനി അത് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മാസങ്ങളിലെയും മസ്റ്ററിംഗ് പോർട്ടൽ കൃത്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയമുണ്ട്. ആദ്യ ആഴ്ചകളിൽ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ആ ഒരു സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ആനുകൂല്യം താൽക്കാലികമായിട്ട് തടസ്സപ്പെടുന്നവരാണ് എങ്കിലും പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ആനുകൂല്യം തടസ്സപ്പെട്ടവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പഞ്ചായത്ത് എടുക്കുന്നതാണ്. അതിന്റെ കാരണം പഞ്ചായത്ത് അന്വേഷിക്കുന്നതാണ്. അനർഹമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പെൻഷൻ റദ്ദ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മരവിപ്പിച്ച് നമുക്ക് പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമയത്ത് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പല ഗുണഭോക്താക്കളോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായിട്ട് ആവശ്യപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത്. ചുരുക്കം ചില ഗുണഭോക്താക്കളോട്, അതും പ്രായം കൂടുതലുള്ള ഗുണഭോക്താക്കളോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ സ്കീമിനൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ, വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവർ, അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചിലർക്ക് മസ്റ്ററിംഗ് ആണ് എങ്കിൽ ചിലർക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്റെ പേരിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വാർഡ് മെമ്പർ, കൗൺസിലർമാർ നമ്മളെ അറിയിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ വെച്ച് ആ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉള്ള പക്ഷമാണ് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥ രേഖ ആവശ്യപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് സർക്കാർ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വരുമാന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, മസ്റ്ററിങ്ങിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ രീതിയോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളും ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ പൂർണ്ണമായിട്ടും നൽകി തീർക്കുന്നതാണ്. നവംബർ, ഡിസംബർ മാസങ്ങളോടുകൂടിയാണ് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഏകദേശ തീയതികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ പരിപൂർണമായിട്ട് നൽകുന്നതിനായിരിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും സർക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.